റോബർട്ട് വാദ്രയുടെ ചോദ്യം ചെയ്യൽ ഡൽഹി ഇ ഡി ഓഫീസിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരത്തിലേക്ക് നമുക്ക് പോകാം. ഹരിയാനയിലെ ഭൂമി ഇടപാട് കേസിലാണ് റോബർട്ട് വാദ്രയെ ഇ ഡി ചോദ്യം ചെയ്യുന്നത്. അനൂപ് ദാസ് വിവരങ്ങൾ വേണ്ട. അനൂപ്, രാഷ്ട്രീയ പകപോക്കൽ എന്നാണ് വാദ്രയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന പ്രതികരണം. എത്ര നേരമായി ചോദ്യം ചെയ്യൽ തുടരുന്നു? ഏതൊക്കെ രീതിയിലുള്ള കേസുകളാണ്? ദിവിഷ്, രാവിലെ ഒരു 2.5 മണിക്കൂർ ചോദ്യം ചെയ്തു. രാവിലെ ഏതാണ്ട് 10:30 മണി കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ എത്തി. അതിനുശേഷം 1:30 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ 1 മണിക്കൂർ ഗ്യാപ്പ് നൽകി അദ്ദേഹം വീട്ടിൽ പോയി തിരികെ എത്തി. ഇപ്പോഴും ഇവിടെ ഇ ഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 2008 നടന്ന ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അന്വേഷണം ഇ ഡി നടത്തുന്നത്. 2008 ഫെബ്രുവരി മാസം റോബർട്ട് വാദ്ര ഗുരുഗ്രാമിൽ ഒരു 3.5 ഏക്കർ സ്ഥലം വാങ്ങിയിരുന്നു. ആ സ്ഥലം ജൂൺ മാസത്തിൽ മറിച്ചു വിറ്റു. ഈ 7.5 കോടി രൂപയ്ക്കാണ് ആദ്യം ഈ സ്ഥലം വാങ്ങിയത്. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഈ സ്ഥലം വിറ്റത് 58 കോടി രൂപയ്ക്കാണ്. ഇത്ര ചെറിയ കാലയളവിൽ എങ്ങനെ ഭൂമിക്ക് ഇത്രയധികം പണം വർദ്ധിക്കും എന്ന ഒരു ചോദ്യം അപ്പോഴേ ഉയർന്നിരുന്നു. അതിനുശേഷം NDA സർക്കാർ വന്നതിന് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കുന്നു. നേരത്തെ ഒരു തവണ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു വാദ്രയ്ക്ക്. പക്ഷേ ഏപ്രിൽ 8-ാം തീയതി അദ്ദേഹം ഹാജരായില്ല. അതിനുശേഷമാണ് ഇന്ന് വീട്ടിൽ നിന്ന് നടന്ന് ഏതാണ്ട് 15ഓളം അനുയായികൾക്കൊപ്പം മുദ്രാവാക്യം വിളികളുമായി ഇവിടെ എത്തി ഹാജരായത്. അല്ല, കോൺഗ്രസിന്റെ എന്തെങ്കിലും ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യത്തിലുണ്ടോ? റോബർട്ട് വാദ്ര ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് മത്സരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇറങ്ങണമെന്ന് ആളുകൾ പറയുന്നു എന്നൊക്കെ പറയാറുള്ള ആളാണ്. ഇപ്പോൾ സ്വന്തം അണികളുമൊക്കെ ആയിട്ട് മുദ്രാവാക്യം വിളികളുമായി ഇ ഡി ഓഫീസിലേക്ക് വരണമെങ്കിൽ ഇല്ല, കോൺഗ്രസ് അങ്ങനെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസ് ഏതെങ്കിലും നിലയിൽ വാദ്രയെ സംരക്ഷിക്കുന്ന പിന്തുണയ്ക്കുന്ന നിലപാടുകളൊന്നും ഈ നിമിഷം വരെ സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടിയും ഏന്തിയിട്ടുള്ള ഒരു പ്രകടനമൊന്നും ആയിരുന്നില്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. വാദ്രയുടെ അനുയായികളാണ്. നേരത്തെ തന്നെ UP-യിൽ ചില മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന് വാദ്ര ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ പല മണ്ഡലങ്ങളിലും ഇങ്ങനെ നിരന്നിരുന്നു. അതൊന്നും കോൺഗ്രസ് പ്രവർത്തകർ വെച്ചതായിരുന്നില്ല, വാദ്രയുടെ അനുയായികൾ വെച്ചതായിരുന്നു. അതേ അനുയായികൾ തന്നെയാണ് മുദ്രാവാക്യം വിളികളുമായി ഇവിടേക്ക് എത്തിയത്.